നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ സിമ്പിൾ കോംപ്ലക്സ് കോമ്പൗണ്ടിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. അല്ലെങ്കിൽ ഈ ക്ലാസ് അപൂർണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും അതിൻ്റേതായ ഒരു പ്രെഡിക്കേറ്റും ഉണ്ടെങ്കിൽ അത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു വാക്യത്തിൻ്റെ സബ്ജക്റ്റ് ഒഴികെ ബാക്കിയുള്ള ഭാഗത്തെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുമ്പം ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റും ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിൻ്റെ പ്രെഡിക്കേറ്റുമാണ്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ആയി. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ രണ്ട് അൺഈക്വലായിട്ടുള്ള രണ്ട് വാക്യങ്ങളെ ഒരു സബ് ഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്താൽ അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആകുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. രണ്ട് ഈക്വൽ റാങ്കിലുള്ള സ്റ്റാറ്റസുള്ള ഈക്വൽ റാങ്കുള്ള രണ്ട് വാക്യങ്ങളെ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് അതിനെ സംയോജിപ്പിച്ചാൽ നമുക്ക് കോമ്പൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അതുകൂടാതെ ഈ കൺജങ്ഷനുകളെ പറ്റി ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുകയുണ്ടായി. അവയുടെ പേരുകൾ പറഞ്ഞില്ലെങ്കിലും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ ക്ലോസുകളും സബോർഡിനേറ്റിംഗ് ക്ലോസുകളാണ്. സബോർഡിനേറ്റിംഗ് ക്ലോസുകളുള്ള എല്ലാ വാക്യങ്ങളും കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അത് നിങ്ങൾ ഹൃദയസ്ഥമായി പറഞ്ഞ് പഠിച്ചു വയ്ക്കണം. കോമ്പൗണ്ട് സെൻറ്റൻസുകൾ എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ട് കൺജങ്ഷൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ക്ലോസുകളെല്ലാം തന്നെ കോർഡിനേറ്റിംഗ് ക്ലോസുകളായിരിക്കും. കോർഡിനേറ്റിംഗ് ക്ലോസുകളുള്ള എല്ലാ വാക്യങ്ങളും എല്ലാ സെൻറ്റൻസുകളും കോമ്പൗണ്ട് സെൻറ്റൻസുകളാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമുക്കിനി അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയണം, ഒരു സ്ട്രക്ചറൽ ഘടനാപരമായ മാറ്റം വരുത്തുമ്പോഴാണ് നമുക്ക് സിമ്പിളിനെ കോംപ്ലക്സ് ആക്കുകയും കോംപ്ലക്സിനെ കോമ്പൗണ്ട് ആക്കുകയും കോമ്പൗണ്ടിനെ കോംപ്ലക്സ് ആക്കുകയും കോംപ്ലക്സിനെ സിമ്പിളാക്കുകയും കോമ്പൗണ്ടിനെ സിമ്പിളാക്കുക, അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഈ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതേപോലെ തന്നെ എസ് എ നിങ്ങളായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത് ചെയ്യുക, അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതിൻ്റെ നോട്ട്സ് ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യമായി വരാം. അങ്ങനെയാണെങ്കിൽ ഇനി തുടർച്ചയായി വരുന്ന യൂട്യൂബിൽ ഞാൻ ഈ കാര്യം ഡിസ്ക്രൈബ് ചെയ്തിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നോക്കി എഴുതുകയോ അല്ലെങ്കിൽ വായിക്കി പഠിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബ്ലാക്ക് ബോർഡിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹായമോ ഇല്ലാതെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ മനസ്സിൽ വയ്ക്കുക, ഇതിൻ്റെ എസ്സെയാണ് എഴുതേണ്ടതെങ്കിൽ ഞാനത് എസ്സെ രൂപപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, ഞാനത് യൂട്യൂബിൽ അത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, തിരിച്ചു വരാം. നമുക്ക് ആദ്യം സിമ്പിളിനെ മാറ്റി വെക്കാം. കാരണം ഒരു സബ്ജക്റ്റ് മാത്രമല്ലേ ഉള്ളൂ, ഒരു സബ്ജക്റ്റും അതിൻ്റെ പ്രെഡിക്കേറ്റ് ഉള്ളത് സിമ്പിളാന്ന് പറഞ്ഞു. കോംപ്ലക്സിൻ്റെ കാര്യം പറയുമ്പോൾ സബോർഡിനേറ്റിംഗ് ക്ലോസുകൾ. അപ്പോൾ നമുക്ക് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് അധികമൊന്നുമില്ല, നമുക്ക് അക്കമിട്ട് പറയാവുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് സോ ദാറ്റ് വിത്ത് പർപ്പസാണ്. അത് ലക്ഷ്യത്തെ അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശ്യത്തെ കാണിക്കുന്നതാണ് സോ ദാറ്റിൻ്റെ ആ പ്രയോഗം. സോ ഈ ദാറ്റ് തമ്മിൽ ഇടയിലെ അല്ലെങ്കിൽ ഡോട്ട്സുകളൊന്നുമില്ല. സോ ദാറ്റ് വിത്ത് പർപ്പസിനെ കാണിക്കാനുള്ള ക്ലോസാണ്. അത് ആ ക്ലോസിൻ്റെ പേര് ആഡ്വർബിയൽ ക്ലോസ് ഓഫ് പർപ്പസ് എന്നാണ്. ഇപ്പോൾ ഞാൻ ക്ലോസുകളെ പറ്റി ഞാൻ നിങ്ങളെ പറഞ്ഞ് ആകെ വിഷമിപ്പിക്കുന്നില്ല. കാരണം ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയായിരുന്നു ഈ ക്ലോസുകൾ എന്ന് പറഞ്ഞാൽ. ആഡ്വർബിയൽ ക്ലോസ് ഓഫ് കുറേ ക്ലോസുകൾ കുറേ ഉണ്ട്. ആഡ്വർബിയൽ ക്ലോസ് ഓഫ് ടൈം, ആഡ്വർബിയൽ ക്ലോസ് ഓഫ് റീസൺ, ആഡ്വർബിയൽ ക്ലോസ് ഓഫ് കോൺസിക്വൻസ്, അങ്ങനെ പോകുന്ന ആഡ്വർബിയൽ ക്ലോസ് ഓഫ് പർപ്പസ് എന്നൊക്കെ പറയുന്ന ക്ലോസുകൾ കുറേ ഉണ്ട്. ആ ക്ലോസുകൾ നിങ്ങൾ അറിയാതെ തന്നെ ഈ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത് ശ്രമകരമാണെന്ന് പറയുമ്പോഴും ഞാനിത് തിരഞ്ഞെടുത്ത് പഠിപ്പിക്കാനുള്ള കാരണം. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോയാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് അവരുടെ ബോറിങ് ഒഴിവാക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. സോ ദാറ്റ്, അതേപോലെ തന്നെ സോ ഡോട്ട്സ് ദാറ്റ്. മൂന്നാമത്തത് സോ ഡോട്ട്സ് ദാറ്റ് നോട്ട്, സോ ദാറ്റ് നോട്ട്. അതേപോലെ എല്ലാ ടൈം ക്ലോസുകളും ഉപയോഗിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടേംസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ടേംസ് അറിയാലോ, വാട്ട് തന്നെ വെച്ച് വേറെ കൂസുക്കും എന്നൊക്കെ പറയുന്ന അതെല്ലാം എന്താണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ്റെ എന്താണ്
ഇടയിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ദോ, ഓൾദോ എന്ന് പറയുന്നതും ഈവൻ ഈഫ്, ഈവൻ ദോ എന്ന് പറയുന്നതും ഇഫ് എന്ന് പറയുന്നതും ഇതൊക്കെ എന്താണ്? ഒരുതരം കണ്ടീഷണൽ ക്ലോസുകളാണ്. ഇഫ് കൊണ്ട് തുടങ്ങുന്ന എല്ലാ വാക്യങ്ങളും അല്ലെങ്കിൽ അൺലെസ് കൊണ്ട് തുടങ്ങുന്ന എല്ലാ വാക്യങ്ങളും കണ്ടീഷണൽ ക്ലോസുകളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടീഷണൽ ക്ലോസ് എന്ത് ചെയ്യേണ്ടി വരും? കണ്ടീഷണൽ ക്ലോസ് യഥാർത്ഥത്തിൽ 3 ഉണ്ട്. ആ 3 വേർതിരിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടി വരും. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയും. ദാറ്റ്സ് ലൈക്കലി കണ്ടീഷൻ. രണ്ടാമത്തത് അൺലൈക്കലി കണ്ടീഷനാണ്. അൺലൈക്കലി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും അത് നമ്മൾ കഴിഞ്ഞു പോയതാണ്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ആകുമായിരുന്നില്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഴപ്പമാകുമോ? എക്സാമ്പിളൊക്കെ പറഞ്ഞതിനിടയ്ക്കാകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഞാനത് പിന്നീട് പഠിപ്പിക്കാതെ. അപ്പോൾ അത് കണ്ടീഷണൽ ക്ലോസുകളുണ്ട്. ഈവൻ ഈഫ് ഉണ്ട്, ഈവൻ ദോ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ദോ, ഓൾദോ, ഈവൻ ഈഫ്, ഈവൻ ദോ, ഈഫ്. പിന്നെ ക്വസ്റ്റ്യൻ ടൈംസ് എന്ന് പറയുന്നതല്ല, വെൻ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? അത് ഇതിൻ്റെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ വേറെ പ്രയോഗിക്കാറുണ്ട്. നമ്മൾ റിപ്പോർട്ടിംഗ് സെൻറ്റൻസ്, എസോണോ ടൈപ്പ് സെൻറ്റൻസുകളെ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ഇഫ് അഥവാ വെതർ പ്രയോഗിക്കും. വെതർ, വെതർ WHETHER, മറ്റേ കാലാവസ്ഥയുടെ അല്ല, WHETHER. അവൻ അതാണോ അല്ലയോ എന്നുള്ളൊരു പ്രയോഗം വരുമ്പോൾ സാധാരണ നമ്മൾ എസോണോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രയോഗിക്കുന്ന ഇഫ് അല്ലെങ്കിൽ വെതർ. ഈ വെതറും എന്താണ്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. അതേപോലെ ആസ് സൂൺ ആസ്, നോ സൂണർ ദാൻ, ഹാർഡ്ലി വെൻ, ഇതൊക്കെ എന്താണ്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. പക്ഷെ അത് കോമ്പൗണ്ട് ഫോമിലാണ് എപ്പോഴും കാണുന്നത്. ഒന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അടുത്ത് അതിനെ ഫോളോ ചെയ്ത് അടുത്തതുണ്ടാവും. അപ്പോൾ ഇത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ വാക്യങ്ങളും എന്താണ്? എല്ലാ ക്ലോസുകളും എന്താണ്? സബോർഡിനേറ്റിംഗ് ക്ലോസുകളാണ്. സബോർഡിനേറ്റിംഗ് ക്ലോസുകൾ എന്ന് പറയുമ്പോൾ അത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ദാറ്റ്സ് ഓൾ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതിലേക്ക് പോകുമ്പം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ക്ലോസുകളാണല്ലോ കോമ്പൗണ്ട് സെന്റൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് ക്ലോസ്. ആ കോർഡിനേറ്റിംഗ് ക്ലോസുള്ള വാക്യങ്ങളാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പം നമുക്കറിയാം എറ്റ്, YET, എറ്റ്, ബറ്റ്, സ്റ്റില്, നെവർദിലെസ്, നൺദിലെസ്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ആസ് വെൽ ആസ്, ആൻഡ്, ബോത്ത് ആൻഡ്, ഓർ എൽസ്, അതർവൈസ്. ഇവയൊക്കെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഇവയെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ മനസ്സിൽ നിങ്ങൾ പറയുക ഇതെല്ലാം കോമ്പൗണ്ട് സെന്റൻസുകളാണ്. ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചാൽ സിമ്പിൾ കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡെഫിനേഷനായി അതിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് എങ്ങനെയാവും എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. കൺജങ്ഷൻസിനെ തിരിച്ചറിഞ്ഞാൽ ക്ലോസുകളെ തിരിച്ചറിയാം. ക്ലോസുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവ കോംപ്ലക്സ് ആണോ കോമ്പൗണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ സിമ്പിൾ കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് വ്യാപിച്ച് കിടക്കുന്ന, നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ മെത്തഡ് നിങ്ങളെ സഹായിക്കുമെന്ന് തീർച്ചയായിട്ടും ഞാൻ അടിയുറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? സ്ട്രക്ചറൽ ചേഞ്ചസ്. ഇതിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ മനസ്സിൽ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് സാർ, ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ പഠിപ്പിക്കണമെന്നൊന്നുമില്ല. ഞാൻ സമ്മതിച്ചു തരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ സമ്മതം ഞങ്ങൾക്ക് സമ്മതിച്ച് തന്നാലും ഞാൻ വീണ്ടും അത് പറയും. കാരണം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? സിമ്പിളാണോ കോംപ്ലക്സ് ആണോ കോമ്പൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടി കഴിയണം. എങ്കിൽ മാത്രമേ നിങ്ങൾ പഠിച്ചു തന്നെങ്കിൽ നിങ്ങൾ മനസ്സിലായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വാക്യത്തെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് നോക്കാം. അതിനെ കോംപ്ലക്സ് ആക്കിയും കോമ്പൗണ്ട് ആക്കിയും ഒന്നും നോക്കാം. ഞാനത് പറയാം. ഇത് നിങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എഴുതി പഠിക്കേണ്ടി വരും. എഴുതി പഠിക്കേണ്ടി വരും എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വാക്യം ഞാൻ പറയുകയാണ്, അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം, ടേക്ക് ഡൗൺ ചെയ്യണം. നിങ്ങളത് പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതി നോക്കണം. അതിൻ്റെ ഈ സ്ട്രക്ചറൽ ചേഞ്ചിന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പേജിൽ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് എഴുതുക. ഇൻസ്പൈറ്റ് ഓഫ്.
അഥവാ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് ഓർ ഡെസ്പൈറ്റ്. അപ്പോൾ അതിന് നേരെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു ആരോ വരച്ചിട്ട് അവിടെ എഴുതി വെക്കേണ്ടത് ദൗ ഓൾദോ. ഒരു ആരോ വരച്ചിട്ട് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എന്ന് എഴുതി ആരോ റൈറ്റിലേക്ക് വരച്ചിട്ട് അവിടെ എന്ത് എഴുതി വയ്ക്കുക, ദൗ ദൗ THOUGH, ദൗ ഓൾദോ. ഈവൻ ദോ ഇത് എഴുതി കഴിയുക. അപ്പോൾ എത്ര ഈ 4 എഴുതുക, ദോ ഓൾദോ, ഈവൻ ദോ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നിട്ടും എന്നൊക്കെയാണ്, എങ്കിൽ പോലും എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് എഴുതി അല്ലെങ്കിൽ അഥവാ ഡെസ്പൈറ്റ് എഴുതി റൈറ്റിലേക്ക് ആരോ വരച്ചിട്ട് ദോ ഓൾദോ ഈവൻ ദോ എന്ന് എഴുതി. വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് ആരോ വരച്ചിട്ട് നമ്മൾ അവിടെ എഴുതുക യെറ്റ്, ബറ്റ്, സ്റ്റിൽ, നെവർദലെസ് എഴുതുക. അപ്പോൾ നിങ്ങൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേൽ എന്താണ്, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഒരു പേജ് എടുത്തിട്ട് ആദ്യം ടൈറ്റിൽ എഴുതുക, സിമ്പിൾ എന്ന് എഴുതുക, നിരത്തി എഴുതണം. സിമ്പിൾ എന്ന് എഴുതി സിമ്പിളിൻ്റെ താഴെയാണ് ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും വരുന്നത്. അവിടെ റൈറ്റിലേക്ക് ആരോ വരയ്ക്കുക, അവിടെ നിങ്ങൾ ദോ ഓൾദോ അഥവാ ഈവൻ ദോ എന്ന് എഴുതി അതിൻ്റെ മുകളിലുള്ള ടൈറ്റിൽ എന്താണ്, കോംപ്ലക്സ് എന്ന് എഴുതുക. അതുപോലെ മൂന്നാമത്തതിൻ്റെ മുകളിൽ എന്താണ്, കോമ്പൗണ്ട് എന്ന് എഴുതുക. അപ്പോൾ സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട് എന്ന് നിരത്തി എഴുതിയിട്ട് അതിൻ്റെ താഴെ ഈ കൺജങ്ഷൻസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് സിമ്പിളിന് താഴെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് എന്നാണ്. അതിൻ്റെ റൈറ്റിലേക്ക് ആരോ വെച്ചിട്ട് കോംപ്ലക്സിന് താഴെ ദോ ഓൾദോ ഈവൻ ദോ എന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് ആരോ വെച്ചിട്ട് കോമ്പൗണ്ടിന് താഴെയായിട്ട് എന്ത് എഴുതി വയ്ക്കുന്നു, യെറ്റ്, ബറ്റ്, സ്റ്റിൽ, നെവർദലെസ് എന്ന് എഴുതി വെക്കുന്നു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ അഥവാ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇനി നിന്നാണ് നമുക്ക് ശ്രമകരമായ പദ്ധതിയുള്ളത്. നമുക്ക് എന്തറിയാമെന്നുള്ളത്, അത് ഇൻസ്പൈറ്റ് ഓഫിലോ ഡെസ്പൈറ്റിലോ തന്നിരിക്കുന്ന ഒരു വാക്യത്തെ കോംപ്ലക്സ് ആക്കാൻ പറഞ്ഞാൽ ആ വാക്യത്തിന് ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തിയാൽ മതിയാവും. അതായത് ഈ കൺജങ്ഷൻ കോംപ്ലക്സ് ആക്കണമെങ്കിലുള്ള കൺജങ്ഷന് ഇൻസ്പൈറ്റ് ഓഫിലോ ഡെസ്പൈറ്റിലോ ഒരു വാക്യത്തിൻ്റെ കോംപ്ലക്സ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വാക്യത്തിൽ നമ്മൾ ദോ ഓൾദോ ഈവൻ ദോ പ്രയോഗിച്ചാൽ മതിയാവും. ആ വാക്യത്തെ കോമ്പൗണ്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കോമ്പൗണ്ടിന് താഴെ എഴുതിയിരിക്കുന്ന യെറ്റ്, ബറ്റ്, സ്റ്റിൽ, നെവർദലെസ് എന്നാണ്. അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രക്ചറലി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളിനെ കോംപ്ലക്സ് ആക്കാം, കോംപ്ലക്സിനെ കോമ്പൗണ്ട് ആക്കാം. ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാറ്റഗറിയിൽ സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ടിൻ്റെ ഒരു കാറ്റഗറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് അവയെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയം ഈ 10 മിനിറ്റ് എന്നുള്ളത് ഏതാണ്ട് ആകുകയാണ്. ആകുന്ന അവസ്ഥയിൽ നമുക്കിത് പറയുന്നത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അപ്പം ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം. ഷീ വാസ് ഇൽ, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക, യെറ്റ് ഷീ അറ്റൻഡഡ് ദി ക്ലാസ്സസ്. She was ill, full stop, at YET. She attended the classes. ആ വാക്യം നമ്മൾ നോക്കിയാൽ തന്നേക്കുന്ന വാക്യം തന്നെ എന്താണ്, ആ വാക്യത്തിലൊരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ട്, യെറ്റ്. ഇപ്പോൾ മനസ്സിൽ പറയുക, ദ ഗീവൺ സെൻറ്റൻസ് ഈസ് എ കോമ്പൗണ്ട് സെൻറ്റൻസ്. ഓക്കെ, തന്നിരിക്കുന്ന വാക്യം ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് ഇനി അതിനെ എങ്ങോട്ടൊക്കെ മാറ്റാനുള്ളൂ, സിമ്പിളിലേക്ക് മാറ്റാം, അതേപോലെ തന്നെ കോംപ്ലക്സിലേക്ക് മാറ്റാം. കോംപ്ലക്സിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നിൽ ദോ പ്രയോഗിക്കാം, ഓൾദോ പ്രയോഗിക്കാം, പ്രയോഗിക്കാം, ഈവൻ ദോ പ്രയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ വാക്യത്തിൽ നമ്മൾ ഈ പറയുന്ന 4 ഏതെങ്കിലും, സപ്പോസ് നമുക്ക് ഓൾദോ എടുക്കാം. ഓൾദോ എടുക്കുമ്പോൾ നമുക്ക് ദ സെൻറ്റൻസ് ഈസ് ടു ബി ബിഗൺ വിത്ത് ഓൾദോ. ആ സെൻറ്റൻസ് ഓൾദോ ഉപയോഗിച്ച് ആരംഭിക്കുക. അപ്പോൾ എങ്ങനെ വരും, ഓൾദോ ഷി വാസ് ഇൽ, ചേഞ്ച് ദ ഫുൾ സ്റ്റോപ്പ് ഇൻ ടു കോമ ബിക്കോസ് ഇറ്റ്സ് എ ക്ലോസ്. ഓൾദോ ഷി വാസ് ഇൽ, കോമ,
ഇനിയും ഓൾദോയുടെ സമാന അർത്ഥം തരുന്ന ഈക്വൽ മീനിങ് തരുന്ന ഒരു വാക്കാണ് യെറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി സ്ട്രൈക്കൺ ഔട്ട്. ഇറ്റ് ഷുഡ് ബി അവോയ്ഡഡ് ഫ്രം ദ ഗിവൻ സെന്റൻസ്. തന്നിരിക്കുന്ന വാക്യത്തിൽ നിന്ന് ആ കൺജങ്ഷനെ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ എറ്റിനെ അങ്ങ് ഒഴിവാക്കി. കാരണം ഓൾദോയുടെ അതേ മീനിങ് തരുന്ന വാക്കാണ് യെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നിനെ ആദ്യം പറയുമ്പോൾ അതേ അർത്ഥമുള്ള വാക്ക് എന്ത് ചെയ്യണം, ഇത് സമാന അർത്ഥം തരുന്ന ഈക്വലായിട്ടുള്ള മീനിങ് തരുന്ന മറ്റു വാക്കുകൾ അവിടെ സെൻറ്റൻസിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്ട്രൈക്കൺ ഔട്ട്, വെട്ടിക്കളയണം. ബാക്കി അതേപോലെ എഴുതി വെച്ചാൽ എന്തായാലും യു ഗെറ്റ് ദി ആൻസർ, നിങ്ങൾക്ക് ഉത്തരം കിട്ടി. ഓൾദോ ഷീ വാസ് ഇൽ ഷീ അറ്റൻഡഡ് ദി ക്ലാസ്സസ്. സോ ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, കോമ്പൗണ്ടിനെ നമ്മൾ കോംപ്ലക്സ് ആക്കിയതാണ്. സിമ്പിളല്ലേ? ഞാനീ പറഞ്ഞത് ഓർത്ത് വെക്കണം. ഞാനീ പറഞ്ഞ ആദ്യം ആ ടേബിൾ, ഞാൻ ആദ്യം പറഞ്ഞ ടേബിളുണ്ട്, സിമ്പിൾ കോംപ്ലക്സ് കോമൺ ടേബിൾ, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, അതേപോലെ എന്താണ് ആ റൈറ്റിലേക്ക് ആരോ വരയ്ക്കുന്നു, ദോ ഓൾദോ ഈവൻ ഇഫ് ഈവൻ ദോ, പിന്നെ റൈറ്റിലേക്ക് ആരോ വരയ്ക്കുന്നു, എറ്റ് ബട്ട് സ്റ്റിൽ നെവർദലെസ് നൺദലെസ് എഴുതി വെക്കുന്നു. അതൊരു കാറ്റഗറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്തു വെക്കുന്നു. ഇനി നമ്മൾ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആയിരുന്നു, അതിന് നമ്മൾ കോംപ്ലക്സ് ആക്കി മാറ്റി, വളരെ സിമ്പിളായിട്ട് നമ്മൾ മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ വാക്യത്തെ ഇനി ആക്കാൻ പറ്റുന്നത് എന്തേ ഉള്ളൂ, സിമ്പിളാക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എന്താണ്, അതും വളരെ ലളിതമാണ്. ബിഗിൻ ദ സെന്റൻസ് ബൈ യൂസിങ് ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച വാക്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, ആരംഭിക്കുക. അപ്പോൾ ആരോടൊന്ന് ഒഴിവായി പോകും, ഓൾദോയെ നമ്മളവിടുന്ന് ഒഴിവാക്കണം. ഓൾദോയെ നമ്മളവിടുന്ന് ഒഴിവാക്കുമ്പം ഘടനാപരമായ അല്പം കൂടി ചേഞ്ചസ് നമുക്ക് വരുത്തേണ്ടി വരും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി പറയുന്നത് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കുക, മനസ്സിൽ സൂക്ഷിക്കുക. ഇൻസ്പൈറ്റ് ഓഫ് നമ്മൾ എവിടെ പ്രയോഗിച്ചിരുന്നാലും അതിൻ്റെ പ്രിപ്പോസിഷൻ ബൈ ആണ്, ഇൻസ്പൈറ്റ് അല്ലേ. ഇൻസ്പൈറ്റ് ഓഫ് പ്രയോഗിച്ചാൽ അതിൻ്റെ തൊട്ടു പിന്നാലെ പ്രയോഗിക്കേണ്ടത് എന്താണ്, ജെറണ്ടാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. ഞാൻ ചെറിയ മിസ്റ്റേക്ക് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ എം സോറി ടു സേ സോ. ഇൻസ്പൈറ്റ് ഓഫ് പ്രയോഗിച്ചത്, ഇൻസ്പൈറ്റ് ഓഫിൻ്റെ പ്രിപ്പോസിഷൻ എല്ലായ്പ്പോഴും എന്താണ്, ഓഫാണ്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞാൽ എന്താണ്, വി ഹാവ് ടു യൂസ് ദ ജെറൻഡ്. വി ഹാവ് ടു യൂസ് ജെറൻഡ്. GERUND, ജെറൻഡ്. ജെറൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ING ഫോം ഓഫ്, വലിയ വിഷമമൊന്നും വേണ്ട, ING ഫോം ഓഫ് വെർബ് ഈസ് കൊടുത്തിട്ടുണ്ട്. ഒരു വാക്കിൻ്റെ, ഒരു വെർബിൻ്റെ ING ഫോമിനെയാണ് ജെറൻഡ് എന്ന് പറയുന്നത്. എല്ലാ ING ഫോമും ജെറൻഡിനായിട്ട് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇംഗ്ലീഷ് ജെറൻഡിനെ പറ്റി ഇനി എന്ത് ചെയ്യണം, ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് എങ്കിലും പറയാണ്ട് വയ്യ. ജെറൻഡ് എന്ന് പറയുന്ന ING ഫോമാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദി സബ്ജക്റ്റ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദി ഓബ്ജക്റ്റ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആഫ്റ്റർ ദി പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷന് ശേഷം നമുക്ക് ജെറൻഡ് ഉപയോഗിക്കാം. ജെറൻഡിനെ സബ്ജക്റ്റ് ആക്കാൻ പറ്റും, ജെറൻഡിനെ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ജെറൻഡിനെ ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, അത് നമുക്ക് മറ്റൊരവസ്ഥയിൽ അതേപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് പ്രയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന വാക്യത്തിലെ ക്രിയയുടെ ING ഫോമിന് പ്രയോഗിക്കുക. അപ്പോൾ നമ്മൾ ING ഫോമിന് പ്രയോഗിക്കാനായിട്ട് ക്രിയയെ തപ്പി നോക്കുമ്പോൾ എന്താണ്, ഷി വോസ് ഇല്ലെന്നാണ്. അവിടെ നമുക്ക് ക്രിയ ഏതാണ്, വോസ് ആണ്. വോസ് എന്നുള്ളതിൻ്റെ യഥാർത്ഥ ഫോം എന്താണ്, ബി ആണ്. ഈസിൻ്റെയും ആമിൻ്റെയും ആറിൻ്റെയും വാസിൻ്റെയും വേറിൻ്റെയൊക്കെ ഒറിജിനൽ ഫോം എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ബിയുടെ ഇതര ഫോമുകളാണ് ഈസാമാർ വാസുവേർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈസാമാർ വാസുവേർ എന്ന് പറയുന്നത് ബി ഫോംസ് ആണ്, ബി. അപ്പം ഈസിൻ്റെ INGയോ ആമിൻ്റെയോ ആറിൻ്റെയോ വാസിൻ്റെ വേറിൻ്റെയോ ING പ്രയോഗിക്കാൻ പറഞ്ഞാൽ അവയുടെ ഒറിജിനൽ ഫോം കണ്ടെത്തുക എന്നുള്ളതാണ്, ബിയെ കണ്ടുപിടിക്കുക എന്നാണ്. ബിയുടെ കൂടെ ING പ്രയോഗിക്കുക, ബീയിങ്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞാൽ എന്താണ്, ജെറൻഡ്. ഇൻസ്പൈറ്റിൻ്റെ പ്രപ്പോസിഷൻ എല്ലായ്പ്പോഴും ഓഫാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ING പ്രയോഗിക്കണം, ജെറൻഡ് പ്രയോഗിക്കണം. ഈ മെത്തഡിന് പറയുന്ന പേരാണ് ജെറൻഡ് ആഫ്റ്റർ പ്രിപ്പോസിഷൻ മെത്തഡ്. ജെറൻഡ് ആഫ്റ്റർ പ്രിപ്പോസിഷൻ മെത്തേഡ്. അപ്പോൾ നമ്മളവിടെ ജെറൻഡ് പ്രയോഗിക്കുന്നു. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് തൊട്ടു പിന്നാലെ വരുന്നത് എന്താണ്, ഷി വാസ് ഇല്ലെന്നായിരുന്നു, ILL. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഇൽ. അപ്പം നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഇൽ, കോമ, അടുത്ത വാക്യം എന്താണ്, അതേപോലെ നമ്മൾ ആവർത്തിക്കുന്നു. വേറെ ഇതേ അർത്ഥം തരുന്ന കൺജങ്ഷൻസ് ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഇൽ ഷീ അറ്റൻഡഡ് ദി ക്ലാസ്സസ്. ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ ജെറൻഡ് എന്നുള്ളത് നമുക്ക് തൽക്കാലം അവിടെ മാറ്റി വയ്ക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഓൾദോയ്ക്ക് ശേഷം ഷീ ഉണ്ടായിരുന്നു. ആ ഷീ എന്താണ്, രണ്ട് വാക്യങ്ങളുടെ സബ്ജക്റ്റ് സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഷീ ആവർത്തിക്കേണ്ടതില്ല. മാത്രമല്ല, ഷീ അവിടെ എഴുതി വെക്കാൻ ശ്രമിച്ചാൽ വാക്യം തെറ്റുകയാണ്. കാരണം സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒറ്റ സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും മാത്രമുള്ള വാക്യമാണ്. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഇൽ ഷീ അറ്റൻഡഡ് ദി ക്ലാസ്സസ്. അപ്പോൾ ആ വാക്യത്തിൽ, ആദ്യ വാക്യത്തിൽ എന്താണ്, ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ്
ഇല്ലെന്നുള്ളത് മാത്രമാണ്. ദർ ഈസ് നോ സബ്ജക്റ്റ് ദയർ. അപ്പോൾ രണ്ടാമത്തെ വാക്യത്തിലാണ് ആ സബ്ജക്റ്റിൻ്റെ പ്രസൻസ് എന്ന് കാണുന്നത്, അല്ലേ? ഷീ അറ്റൻഡ് ഷീ ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ കോംപ്ലക്സ് കോമ്പൗണ്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്കിനി അനേകം വാക്യങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ സിമ്പിളാക്കുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫിൻ്റെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അവിടെ ജരണ്ട് തന്നെ എല്ലായ്പ്പോഴും പ്രയോഗിച്ചുള്ള നിർബന്ധമില്ല. ഒരു മാർഗം കൂടിയുള്ളത് നൗൺ ഫോം പ്രയോഗിച്ചാലും, പക്ഷെ അത് എല്ലായ്പ്പോഴും പ്രായോഗികമല്ല. ജരണ്ടാണ് എല്ലായ്പ്പോഴും പ്രായോഗികമാകും. നൗൺ ഫോം നമുക്ക് എപ്പോഴും ഒരു ലേണർ സമയത്തുള്ള എപ്പോഴും ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നൗൺ ഫോം ഇല്ലെന്നുള്ളത് നൗൺ ഫോം ഇൽനെസ് ആണ്. അപ്പം ഇൻസ്പൈറ്റ് ഓഫ് ആ സബ്ജക്റ്റിനെ നമ്മൾ വിട്ടുകളഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ അല്ല പൊസസീവ് പ്രൊനൗൺ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, സബ്ജക്റ്റായിട്ടല്ലല്ലോ, അതിൻ്റെ പൊസസീവ് പ്രൊനൗൺ ഹെർ ആണ്, ഷീ എന്നുള്ളത്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഇൽനെസ് ഷീ അറ്റൻഡ് ദി ക്ലാസ്സസ്. ഇത്തരം നിങ്ങൾ പഠിച്ചാൽ ഒരെണ്ണം നിങ്ങൾ ഗൃഹസ്ഥമാക്കി പഠിച്ചു എന്ന് പറയാം. ഇനി എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ചെയ്ത് നോക്കുക. ഇപ്പോൾ ഏതാണ്ട് സമയം കഴിഞ്ഞു, നമുക്ക് അടുത്ത ക്ലാസ്സിൽ 1-2-3 എക്സാമ്പിൾസ് തന്നുകൊണ്ട് നമുക്ക് ആവർത്തിക്കാം. ഗൃഹസ്ഥമാക്കിയിട്ട് വേണം. ഇത്തരം 10-15 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ കോംപ്ലക്സ് കോമ്പൗണ്ട് പഠിച്ചു, ക്ലോസുകൾ പഠിച്ചു, ട്രാൻസ്ഫോർമേഷൻസ് പഠിച്ചു, അനാലിസിസ് പാർട്ടിൽ എന്താ പറയുന്നതെന്നും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഞാൻ ജോസ്.